ആപ്പിൾ ടി വി പ്ലസിൽ റിലീസായ പുതിയൊരു സീരീസ് പ്ലൂറിബസ് കണ്ടു. ആകെ ഇപ്പം 3 എപ്പിസോഡ് റിലീസായിട്ടുള്ളൂ. ഈ സീരീസ് കണ്ടു നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ബാഡും ബെറ്റർ കോൾ സോളിൻ്റെ ക്രിയേറ്ററായ വിൻസ് ഗില്ലിഗൻ്റെ പുതിയ സീരീസ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കിളി പോകുന്നൊരു ഐറ്റമാണെന്ന്. നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആരും കാണിച്ചിട്ടില്ലാത്തൊരു കോൺസെപ്റ്റാണ് ഈ സീരീസ്. നമ്മൾ സൈഫയുടെ പല ജോണർ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് നോട്ട് എ ടൈം ട്രാവൽ, നോട്ട് ആൻ ഏലിയൻ ഇൻവേഷൻ, നോട്ട് എ സോംബി മൂവി. ഈ പ്ലൂറിബസ് ഒരു ലാറ്റിൻ വേർഡാണ്. ഇറ്റ് മീൻസ് ഫ്രം മെനി ഓർ ഓഫ് മെനി. അതായത് ഈ സീരീസിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും മൈൻഡ് ഒന്നായി മാറുവാണ്. അതായത് ഭൂമിയിലെ എല്ലാവരുടെ മൈൻഡിൽ കൂടി പോകുന്നത് ഒരു കാര്യം തന്നെ ആയിരിക്കും. അവർ എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് ഇറങ്ങുന്നു. അതെങ്ങനെ ഉണ്ടാവും? ഈ സീരീസിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഇത് ഏലിയൻ അറ്റാക്ക് അല്ല, ഇതൊരു വൈറസ് ആണെന്ന്. 600 ലൈറ്റ് ഇയേഴ്സിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ, ആ സിഗ്നൽ മൂലം ഉണ്ടാകുന്ന വൈറസ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ഇൻഫെക്റ്റഡ് ആവാത്ത വേൾഡിൽ തന്നെ 12 പേര് മാത്രമാണ് ഉള്ളത്. ആ 12 പേരിൽ ഒരാളാണ് ഇതിൻ്റെ ലീഡിങ് റോളായ കരോൾ. കരോളിനെ അവതരിപ്പിക്കുന്നത് ഈ ബെറ്റർ കോൾ സോളിലും ബ്രേക്കിംഗ് ബാഡിലും നമ്മൾ കണ്ടിട്ടുള്ള റിയ സിഹോൺ ആണ്. കിട്ടില്ലം പെർഫോമൻസ് ആണ് ഈ സീരീസിൽ പുള്ളിക്കാരി കാഴ്ചവെക്കുന്നത്. നമ്മൾ ഓൾറെഡി ബെറ്റർ കോൾ സോളിലും കണ്ടിട്ടുള്ളതാണ് ആ പെർഫോമൻസ്. വിൻസ് ഗില്ലിഗൻ്റെ മെയിൻ സ്ഥലമാണ് മെക്സിക്കോയിലെ ആൽബുക്വർക്ക്. അതായത് പ്ലൂറിബസിൻ്റെ കഥ നടക്കുന്ന അവിടെയാണ്. ബ്രേക്കിംഗ് ബാഡും ബെറ്റർ കോൾ സോളിൻ്റെയും കഥ കാണിക്കുന്നത് ആൽബുക്വർക്ക് തന്നെയാണ്. ഫസ്റ്റ് സീസണിൽ 9 എപ്പിസോഡ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 എപ്പിസോഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എല്ലാ ഫ്രൈഡേയും ഒരു എപ്പിസോഡ് റിലീസാവുന്നുണ്ട്. സോ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് ആൻഡ് don't forget to watch this series. Okay, bye.